കേരളത്തിൽ ജീവിക്കുന്ന നാം മലയാളികൾ ഇനിയെങ്കിലും മനുഷ്യത്വം അല്പം അവശേഷിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അഖിലിൻ്റെ ഈ വിലാപം ഒന്ന് കേട്ടു നോക്ക്. അപ്പം മനസ്സിലാകും മനുഷ്യരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന്. ഒന്ന് കേട്ടു നോക്ക്. ഹലോ, നമസ്തേ ഇക്ക. എനിക്ക് വേണ്ടി ഒരു വീഡിയോ ഇടുവോ ഇക്ക? പേരെന്താ മോനെ? എന്റെ പേര് അഖിലെന്നായ ഇക്ക. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക. ഞങ്ങളെ പോലുള്ള പല പ്രവാസികളല്ല, ഞങ്ങള് പല മേഖലയിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുറെ ആൾക്കാര് ഇക്ക വേണമെങ്കിൽ അത് റെക്കോർഡും എടുത്തു. ഞാൻ കുറെ കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇന്നലെ ഫ്ലൈറ്റുള്ള ഒരു മനുഷ്യനാ ഞാൻ. ഞാൻ ആ വീട്ടിലെ, അതായത് ഞാൻ ജോലി ചെയ്ത് എനിക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഞാനിങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. 1 ലക്ഷം ഇക്കാട് പറയാൻ 1 ലക്ഷം രൂപ എനിക്ക് ശമ്പളമുണ്ട്. എനിക്ക് ഓരോ കമ്പനി മാറുന്നതിനടുത്ത്. അപ്പൊ അത്രയും സ്വപ്നങ്ങളും കണ്ട് ഞാൻ കടങ്ങളും മേടിച്ചോണ്ട് ഞാൻ നമ്മൾ പോകാനുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ഫ്ലൈറ്റ് ഇല്ല ഇനി. അപ്പൊ ഇനി ഒരു 10-15 ദിവസത്തേക്ക് നാട്ടിലോട്ട് പോകാന്ന് പറഞ്ഞ് ഞാൻ മുംബൈ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഇപ്പൊ ഇതിനകത്ത് ഞാൻ കുറെ ഇത് നോക്കുമ്പോ കുറെ ആൾക്കാർ വിവരമില്ലാത്ത കുറെ ആൾക്കാർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് പോലും അപ്പോഴാണ് ഞാൻ ഇക്കായെ പറ്റി ഓർത്തത്. ഞാൻ ഇക്ക ഒന്ന് വിളിച്ച് ഈ കാര്യം ഒന്ന് പറയണോന്ന്. അപ്പൊ നമുക്കുണ്ടാവുന്ന വിഷങ്ങൾ എത്രയോ ആൾക്കാരെന്നറിയാം. എന്റെ ചുറ്റുവട്ടം മാത്രം ഒരു 80-90 ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ മാത്രം. അപ്പൊ എത്രയോ പേര് ഇത് പെട്ടുകിടക്കണം. കുറെ ആൾക്കാർ എന്താണെന്ന് പോലും അറിയാതെ. അതായത് ഇന്നത്തെ അസ്തമാനം കഴിഞ്ഞ് നാളെ ഉദയം ഉണ്ടാവുമോ എന്ന് പോലും അറിയാൻ വയ്യാത്ത മനുഷ്യർക്ക് ചുറ്റും നിന്നുകൊണ്ട് മതവും ജാതിയും വർഗീയതയും പറയും. അത് ഇക്കാടെ വീഡിയോകൾ ഞാൻ കാണുന്നുണ്ട്. ഇക്കായ്ക്ക് എനിക്ക് നമ്പരും തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിളിക്കാൻ, ഞാൻ എന്റെ നാട്ടിൽ എനിക്കൊരു കുഞ്ഞും ഒരു ഭാര്യയും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, പക്ഷെ അത് വേറെയാണ്. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത്. ഇവരെ നോക്കേണ്ട ഒരു കടമയുണ്ട്. എന്റെ 10 വയസ്സ് ഉണ്ടല്ലോ അവരെ നോക്കാൻ എനിക്ക് ഇക്കാൻ പറ്റത്തുള്ളൂ. അഖിലെ സമാധാനമായിട്ടിരിക്കും, എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും. അല്ല, ഇതേ ഈ കുറെ ആൾക്കാർ കമന്റുകളെ ഞാൻ ഓരോ വീഡിയോയിലും കാണും. നാളെ ഫ്ലൈറ്റ് പോവോന്ന് പറഞ്ഞ് ഞാൻ ന്യൂസ് ചാനലുകൾ നോക്കുമ്പോ കാണുന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാര് വെറും പൊട്ടനാണോ മന്ദബുദ്ധികളാണോ. അതായത് ഒരു സമൂഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും അത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് കമന്റ് ബോക്സിൽ ഉപയോഗപ്പെടുത്തും. അവന്റെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തോടുള്ള വെറുപ്പാണ്. ഞാനോ അഖിലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് മാറുന്നതല്ല മുത്തേ, അതൊന്നും മാറുന്നില്ല. അത് ദൈവം കൃപ ചൊരിയണം. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഹിന്ദു കൊണ്ട് ക്രിസ്ത്യാനുണ്ട്. ഞങ്ങളല്ല ഒരു കട്ടിലേലായിരിക്കും ചിലപ്പോ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് തന്നെയൊക്കെ ഉണ്ണുന്നത്. ഇപ്പൊ ഞാൻ ആഹാരം മേടിച്ചോണ്ട് വന്നില്ല, അവൻ മേടിച്ചോണ്ട് വരും. അങ്ങനാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. അത് ഈ പൊട്ടന്മാരുടെ ഈ കമന്റുകൾ കാണുമ്പോഴേ, കമന്റ് എന്നല്ല, ഞങ്ങൾ അത്ര വിഷമിച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര പേരും തിരിച്ചു വന്നത്. ഫ്ലൈറ്റ് ഇല്ല, ഇനി 2 ആഴ്ച വേണമെങ്കിൽ നാട്ടിലേക്ക് പോകും. നമ്മുടെ നാട്ടിലെ ഇവിടെ താമസിക്കുന്ന ഈ മനുഷ്യരെല്ലാം കൂടെ പ്രവാസ ലോകത്തേക്ക് കൊണ്ടുപോകെങ്കിലേ ഒരു കട്ടിലിൽ 3 പേര് കിടക്കുന്ന 3 അടുക്കുള്ള കട്ടിൽ, ഏറ്റവും താഴെ വേറെ മതക്കാരൻ, അതിന്റെ മുകളിൽ മതക്കാരൻ, അതിന്റെ മുകളിൽ മതക്കാരൻ. എല്ലാവർക്കും ഒറ്റ വികാരമേ ഉള്ളൂ, നാളെ ജോലിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം, കുടുംബം കഴിയണം. ഇവിടെ ഒരു പണിയുമില്ലാതെ കലങ്ങിലിരുന്ന അതുമായി വിടുന്നവന്മാരുണ്ട്. അവന്മാരുടെ പണി എന്താ അറിയാവോ? ഈ വർഗീയത പറയുക. ഫേസ്ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമോ ഉപയോഗിക്കോ, ആർക്കെതിരെ എന്തെങ്കിലും പറയോ, 4 ലൈക്ക് കിട്ടണം എന്നുള്ള ചിന്താഗതികള് ഇതിനു വേണ്ടി, എനിക്ക് വേണ്ടി എന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. കൊല്ലം കരുനാഗപ്പള്ളി എന്നുള്ള എനിക്ക് റീച്ചിലൊന്നുമല്ല ഇത് പറയണൊക്കെ. ഞാൻ 2-3 പേർക്ക് കമന്റ് ഇട്ട്. പക്ഷെ എന്നാലും എന്റെ മനസ്സുകൊണ്ട് എന്റെ കുഞ്ഞിന് ഞാൻ വരുമ്പോ എന്റെ ഉള്ള കാര്യം പറയാം. 10-15 രൂപ എന്റെ ഇരിപ്പം ഉണ്ടായിരുന്നു. ഞാനിവര് 3 ദിവസം കൊണ്ട് കയറി പോവോ എല്ലാം ഒന്ന് വിചാരിച്ചിട്ട് എന്റെ കയ്യിലിരുന്നത് അക്കൗണ്ടിനകത്ത് കിടന്നത് ഫർണിച്ചറിന്റെ, അങ്ങനെ നമ്മൾ ഈ കടവൊക്കെ എടുത്തിട്ടാണല്ലേ ജീവിക്കുന്നത്. എല്ലാം മാസം ഇല്ലേ നമ്മള് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നേക്ക. അപ്പൊ ഞാനുള്ളതങ്ങ് കൊടുത്തു. ഞാൻ എന്തായാലും 2 ദിവസം കൊണ്ട് പോകുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നോക്കിയപ്പോ നമ്മൾ നാളെ എയർപോർട്ടിൽ ചെന്നവൻ പറഞ്ഞ് നടക്കത്തില്ല, ഒരു 10-15 ദിവസം വേണമെങ്കിൽ നാട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നേവിയിലേക്കാ ജോലി ചെയ്യുന്നത്. മർച്ചന്റ് നേവിയാണ്, ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഞാൻ അവിടെ കണ്ട 100 കണക്കിന് ആൾക്കാരെ. അപ്പൊ ഓരോ ആൾക്കാർ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. വിഷമിക്കാതിരി, നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും കേട്ടാ. സന്തോഷത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാൻ വീഡിയോ ചെയ്യാം, സമൂഹത്തോട് പറയാം, അവരെ എടുക്കാതിരിക്കുക ചെയ്യട്ടെ. അതല്ല, നമ്മുടെ മറ്റുള്ളവരെ ആക്ഷേപിക്കാതിരിക്കുന്നത്. മതമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇവര് ഒരു യുദ്ധം നടന്നപ്പോഴത്തേക്ക് അവരെ മറ്റുള്ളവരെ പറ്റി പറയാനോ അല്ല. ഇടയിൽ കിടന്ന്, സമൂഹത്തിന്റെ ഇടയിൽ കിടന്ന് കുറെ ആൾക്കാർ കഷ്ടപ്പെടുന്നുള്ള കാര്യങ്ങൾ ഇവർക്കെല്ലാം എന്തുവാ, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് റീച്ച് ആക്കണം അങ്ങനൊന്നും അല്ല ഇക്ക. ഓരോ ഇതിന്റെ ഇഷ്ടം പോലെ ആൾക്കാർ ഇക്ക. ഇതിപ്പോ ഞാനിപ്പോ ഒരു ദുരിതം മാത്രമേ കണ്ടുള്ളൂ. ചിലപ്പോ കൊച്ചി കാണും, തിരുവനന്തപുരം കാണും. ഞാൻ മുംബൈയിൽ നിന്ന് ഇത്രയും കണ്ടത്. അതെനിക്ക് നല്ലോണം ഒരു ഫീലായിട്ടാണ് ഞാൻ ഇക്കായെ വിളിച്ച് ഈ കാര്യം ഞാൻ പറയാൻ തന്നെ. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും കേട്ടാ. സന്തോഷം. നമസ്തേ. നാട്ടിൽ വരുമ്പോഴേ ഒന്ന് വിളിക്കണേ.
ഓ ഓക്കെ, വിളിക്കാം. സന്തോഷം. ഞാൻ വരുന്നുണ്ട് ഇക്ക, ഉടനെ തന്നെ വരും. ഇപ്പൊ ഓക്കെ, ടിക്കറ്റ് ഇല്ല. വരുമ്പോ കാണാം, ഇൻഷാല്ലാ കാണാം. ഓക്കെ. സന്തോഷം, സന്തോഷം. ആ. അഖിലിന്റെ ഹൃദയസ്പർശിയായ വാക്ക് നിങ്ങൾ കേട്ടല്ലേ? മനുഷ്യത്വമുള്ള ഏതൊരു മലയാളിയുടെയും നെഞ്ചം നുരഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അഖില് പറഞ്ഞത് മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. അങ്ങ് അഖില് ദുബായിൽ നിന്നുകൊണ്ട് കേരളത്തിലൊരു മുസൽമാനെ വിളിച്ച് അഖിലിന്റെ പ്രശ്നം പറയാണ്. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം. എന്താ സബ്ജക്റ്റ്? ഡാൻസോ, പാട്ടോ, മതപരമായ ചർച്ചയോ? അല്ല, മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. വിദേശത്തുനിന്ന്, പ്രവാസ ലോകത്തുനിന്ന് ഒന്ന് നാട്ടിലെത്തി കുഞ്ഞിനെ കാണണം, ഭാര്യനെ കാണണം, അമ്മയെ കാണണം. മനുഷ്യന്റെ പ്രശ്നങ്ങൾ അതാണ്. അസ്തമാനം കഴിഞ്ഞ് നാളത്തെ ഉദയം കാണുമെന്ന് പോലെ മനുഷ്യർക്കറിയാൻ വയ്യ. അത്രയും സങ്കടത്തിലൂടി പ്രവാസികൾ കടന്നു പോകുമ്പം ഇവിടെ ഇരുന്നു കൊണ്ട് ഹൂർലിങ്ങൾ, മതം, ജിഹാദ് ഇത് പറയുന്ന നിങ്ങൾ വിചാരിക്കും ഇത് വെളുപ്പിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെ വിളിക്കൂ, ഫോൺ ചെയ്യൂ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കൂ. മനുഷ്യന്റെ പ്രശ്നം ഇതൊന്നുമല്ല. മനുഷ്യന്റെ പ്രശ്നം മനുഷ്യന്റേതായ പ്രശ്നങ്ങളാണ്. ഇവിടെ രോഗമുള്ള മനുഷ്യനിക്ക് രോഗശാന്തി ലഭിക്കലാണ് അവന്റെ പ്രധാനപ്പെട്ട വിഷയം. അവന്റെ വികാരം അതാണ്. കടമുള്ളവന് കടം തീർക്കലാണ് അവന്റെ വികാരം. വീടില്ലാതെ നെട്ടോട്ട് ഓടുന്ന, പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ വികാരം അവന്റെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത കുറേ ആയിരം മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് ആണ് അവരെ നിലനിർത്തുന്നത്. അതിനുവേണ്ടി അവർ കാണിക്കുന്ന ഈ നാടകങ്ങൾ സാധുക്കളായ നമ്മൾ വീണുപോയി പരസ്പരം അങ്ങോട്ട് അന്യോന്യം നമ്മൾ ഈ പറയുന്ന വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകും, മറ്റുള്ളവരുടെ ഹൃദയം കീറി മുറുക്കുമെന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? മറ്റൊരാളെ വേദനിപ്പിക്കാനാണെങ്കിലും നമ്മൾ ചെലവഴിക്കുന്ന ആ ഊർജ്ജം ഉണ്ടല്ലോ, അതെങ്കിലും നമുക്ക് നഷ്ടമാണെന്ന് ഓർത്തുകൊണ്ട് നല്ലത് പറയുക, നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക, നല്ല നാളെ സ്വപ്നം കാണുക. എല്ലാം സാധ്യമാകട്ടെ.